ഹായ് ഓൾ, വെൽക്കം ടു ദ ഫാമിലി ഓഫ് ജിൻസി ഇൻസ്പയേഴ്സ്. താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സ്കൂളൊക്കെ തുറക്കാറായില്ലേ, വെക്കേഷനൊക്കെ കഴിഞ്ഞ് നമ്മുടെ കുട്ടികൾ വീണ്ടും സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മൾ പാരൻസ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കേട്ടാലോ. അതിലൊന്നാമതായി ആൻസൈറ്റി ആൻഡ് അൺസർട്ടനിറ്റി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് നടത്തിയ ഒരു റിസർച്ചിൽ 19% കുട്ടികളിലും ഇൻക്രീസ്ഡ് ആൻസൈറ്റി ആൻഡ് അൺസർട്ടനിറ്റി കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ കാരണം വെക്കേഷൻ കഴിഞ്ഞ് പുതിയതായിട്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ ക്ലാസ്സിൽ വരുന്ന ചേഞ്ചസും പുതിയ ഫ്രണ്ട്സ് ആയിരിക്കാം. അങ്ങനെ അവർ വെക്കേഷനിൽ അനുഭവിച്ചു വരുന്ന ആ ഒരു റുട്ടീൻ ഫുള്ളായിട്ട് ചേഞ്ച് ആവാണ് സ്കൂളിൽ പോകുമ്പോൾ. അപ്പോൾ അതുകൊണ്ടൊക്കെ മിക്ക കുട്ടികൾക്കും ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ ഒരു ഉത്കണ്ഠ ഉണ്ടാവുന്നു. അപ്പോൾ പുതിയ ക്ലാസ് റൂം, പുതിയ ഫ്രണ്ട്സ്, അതായിട്ട് പൊരുത്തപ്പെടാനും അവർക്ക് സമയം വേണം. അപ്പം നമ്മൾ പാരൻസ് അത് തീർച്ചയായിട്ടും മനസ്സിലാക്കി അവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. രണ്ടാമതായി ആക്റ്റീവ് ലിസണിങ്. കുട്ടികൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴും പോകുന്നതിന് മുൻപായിട്ടും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയാറുണ്ടല്ലേ. നമ്മളത് മുഴുവനായിട്ട് കേൾക്കാൻ ശ്രമിക്കുക. അവരെന്തെങ്കിലും കാര്യം പകുതി പറയുമ്പോഴേക്കും അതിൽ നമ്മുടേതായ സജഷൻസ് പറയാതെ അവരത് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യണ വരെ വെയിറ്റ് ചെയ്യുക. നമ്മൾ അവരെ കേൾക്കുന്നുണ്ട് എന്നുള്ളൊരു തോട്ട് അത് അവരിൽ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കുട്ടിക്ക് പിന്നീട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും അതെൻ്റെ പാരൻസിനോട് പറയാം, അവരത് കേൾക്കും എന്നൊരു തോന്നൽ ഉണ്ടാവും. അത് വളരെ നല്ലതാണ്. അതല്ല, നമ്മളിടയിൽ വെച്ച് സജഷൻസ് പറയുകയാണെങ്കിൽ അവർ വിചാരിക്കും, ഞാൻ പകുതി പറയുമ്പോഴേക്കും എന്നെ ചീത്ത പറയുകയാണല്ലോ, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ പറയുകയാണല്ലോ, അങ്ങനെ വിചാരിച്ച് പിന്നെ കുട്ടി നിങ്ങളോടുള്ള സംസാരം കുറയ്ക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ കുട്ടികൾ പറയുന്നത് എപ്പോഴും മുഴുവനായിട്ട് കേൾക്കുക. മൂന്നാമത്തെ കാര്യമാണ് എസ്റ്റാബ്ലിഷിങ് റുട്ടീൻസ്. സ്കൂൾ തുറന്നു കഴിയുമ്പോൾ കുട്ടികൾക്ക് ഒരു റുട്ടീൻ സെറ്റ് ചെയ്ത് വയ്ക്കുക. അത് ഫോളോ ചെയ്യാനും അവർ പഠിപ്പിക്കുക. സോ സ്കൂളുള്ള ഡേയ്സിൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത് എന്നുള്ളൊരു ഐഡിയ കുട്ടികൾക്ക് കിട്ടാൻ അത് നല്ല ഹെൽപ്ഫുള്ളായിരിക്കും. നാലാമത്തെ കാര്യം കൊളാബറേഷൻസ് വിത്ത് ടീച്ചേഴ്സ്. പാരൻസും ടീച്ചേഴ്സും തമ്മിൽ എപ്പോഴും ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്സ് നല്ലതാണ്. കുട്ടികളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും, ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് എന്താണ് പ്രശ്നം, അവരെന്താണ് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്നുള്ളത് ടീച്ചേഴ്സായിട്ട് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ആ ടീച്ചേഴ്സിന് ഒരു പേഴ്സണൽ അറ്റൻഷൻ ഈ കുട്ടിക്ക് കൊടുക്കാനും കുറേ കൂടി ആ കുട്ടീനെ മോണിറ്റർ ചെയ്യാനും പറ്റും. അപ്പോൾ കുട്ടിക്കായാലും ടീച്ചർ എക്സ്ട്രാ കെയർ ചെയ്യുന്നുണ്ടല്ലോ എന്നൊരു തോട്ട് ഉണ്ടാക്കാനും ആ കുട്ടിയുടെ ഇമോഷണൽ വെൽബീയിങ് കൂടാനും ഒരു സപ്പോർട്ട് സിസ്റ്റം ക്രിയേറ്റ് ആവാനും അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങൾ ടീച്ചേഴ്സായിട്ട് ഷെയർ ചെയ്യുക. അവർക്ക് ഏതിലാണ് കഴിവുള്ളത്, ഏതിലാണ് കഴിവില്ലാത്തത്, ഏത് മേഖലയിലാണ് അവരെ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ നമ്മളൊന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ ടീച്ചേഴ്സിനും അത് ഹെൽപ്ഫുള്ളാവും. അപ്പോൾ അതുവഴി കുട്ടിക്കും നല്ലൊരു സപ്പോർട്ട് കിട്ടും. അഞ്ചാമത്തെ പോയിൻ്റാണ് സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം സാമൂഹ്യ ഇടപെടലുകളുമായി പൊരുത്തപ്പെടാൻ കുട്ടികൾക്ക് സമയം ആവശ്യമാണ്. നമ്മൾ കുട്ടികളോട് ചോദിക്കുക, എങ്ങനെയാണ് നീ ഇപ്പോൾ പുതിയ സ്കൂൾ അല്ലെങ്കിൽ പുതിയ ക്ലാസ് റൂം, എങ്ങനെയാണ് അത് അഡാപ്റ്റ് ആയോ, ആയില്ലേ, എങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്സൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്, ഇനഫ് ഫ്രണ്ട്സ് ഉണ്ടോ, ഇൻ്റർവെൽസിന് ഫ്രണ്ട്സിൻ്റെ കൂടെ ആണോ കളിക്കുന്നത്, എന്താണ് കാര്യങ്ങൾ നീ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം. ആറാമത്തെ പോയിൻ്റ് അക്കാഡമിക് സ്ട്രെസ്. പുതിയ സിലബസുകൾ വരിക, അതുപോലെ ഒരുപാട് പഠിക്കാനുണ്ടല്ലോ എന്നുള്ള നമ്മുടെ സംസാരങ്ങൾ വരെ ഒരു കുട്ടിയുടെ ഇമോഷണൽ വെൽബീയിങ്ങിനെ ബാധിക്കുന്നുണ്ട്. അത് കുട്ടികൾക്ക് സ്ട്രെസ്സും ആവുന്നുണ്ട്. സോ നമ്മൾ ഓൾറെഡി ഒരു ഗോൾ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക അവർക്ക്, എന്നിട്ട് അതിന് വേണ്ടിയിട്ട് അവരെ പരിപോഷിപ്പിക്കുകയും ചെയ്യുക. അപ്പോൾ അവർക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊട്ടൻഷ്യലിലേക്ക് നമുക്ക് അവരെ കൊണ്ടെത്തിക്കാനായിട്ട് പറ്റും. അടുത്തത് ലാസ്റ്റ് പോയിൻ്റാണ് കോമൺ ഇഷ്യൂസ് ആൻഡ് സൊല്യൂഷൻസ്. അതായത് പല കുട്ടികൾക്കും വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു സെപ്പറേഷൻ ആൻസൈറ്റി എന്നാണ് അതിനെ പറയുക. പാരൻസിനെ വിട്ട് പോകുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. കണ്ടിന്യൂസ് ആയിട്ട് കരയുന്ന കുട്ടികളുണ്ടാവാം. അത് 1 വീക്ക് 2 വീക്സ് ഒക്കെ അത് ഓക്കെയാണ്. പക്ഷേ ഒരു 1 മന്ത് കഴിഞ്ഞിട്ടും കണ്ടിന്യൂസ് ആയിട്ട് കുട്ടി കരയാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കൊരു പ്രൊഫഷണൽ ഹെൽപ്പിൻ്റെ ആവശ്യമുണ്ട്. പാരൻസും കൂടെ സപ്പോർട്ട് ചെയ്യുക, സ്കൂളിലേക്ക് വിടാനായിട്ട് കുട്ടികളെ എൻകറേജ് ചെയ്യുക, നമ്മുടെ സ്നേഹവും പിന്തുണയും അവർക്ക് ഉണ്ടെന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, നമ്മൾ കുട്ടികൾക്ക് എങ്ങനെ ഒരു ഹെൽത്തി ബൗണ്ടറി വയ്ക്കാം ഫ്രണ്ട്സിൻ്റെ ഇടയിൽ. നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും അവരിൽ നിന്ന് നമ്മൾ എന്തെല്ലാം എക്സ്പെക്റ്റ് ചെയ്യണം, ചെയ്യരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് നല്ല ഹെൽത്തി റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പാരൻസ് ഒന്ന് ഒബ്സർവ് ചെയ്ത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ സ്കൂളിൽ പോകാനും വരാനും അവരെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ കുട്ടികളുടെ ഇമോഷൻസൊക്കെ മനസ്സിലാക്കി ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനിലൂടെ ഒരു പോസിറ്റീവ് എൻവിറോൺമെൻറ്റ് അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് അവർ നന്നായി പഠിക്കാനും അവരെ ഇമോഷണൽ വെൽബീയിങ് നന്നാവാനും നല്ല മിടുക്കന്മാരും മിടുക്കികളാവാനും അതവരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമൻറ്റും അടുത്ത വീഡിയോ ചെയ്യാനുള്ള എനിക്കുള്ള പ്രചോദനമാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്